ഇത് കണ്ടോ, ഞാനിന്ന് ചെറുതോണി വരെ പോയപ്പോൾ ഇങ്ങനെ ഒരു കാറ്റാടി കണ്ടപ്പോൾ വാങ്ങിച്ചു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ കുട്ടിക്കാലത്തിലോട്ട് പോയി. കാരണം എൻ്റെ കൂടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ പെരുന്നാൾ ഉത്സവങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ മേടിച്ചിട്ട് ഇങ്ങനെ കറക്കി കളിക്കും. പിന്നെ നമ്മൾ തെങ്ങിൻ്റെ ഓല പറിച്ചിട്ട് അതുകൊണ്ട് വാച്ച് ഉണ്ടാക്കും, കണ്ണാടി ഉണ്ടാക്കും, ഇതുപോലെയുള്ള കാറ്റാടിയൊക്കെ ഉണ്ടാക്കി കളിക്കും. പിന്നെ ഓടിപ്പിടുത്തമായി, സാറ്റ് കളിയായി. അങ്ങനെ ആ ഒരു നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുന്നത് മൊബൈലാണ് പിള്ളേർക്ക്. അതിലൊരു പക്ഷേ നമ്മൾ തന്നെ കാരണക്കാരാണെന്ന് ഞാൻ വേണേൽ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പിള്ളേർ ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ ഗെയിം വെച്ച് കൊടുക്കും, മൊബൈലിൻ്റെ അകത്ത് പാട്ട് വെച്ച് കൊടുക്കും. അങ്ങനെ പല ഇപ്പോൾ പിള്ളേർക്ക് മൊബൈലാണ്, എന്ത് ചെയ്യണമെങ്കിലും അവർക്കിപ്പോൾ മൊബൈലാണ് വേണ്ടത്. അതുകൊണ്ട് എന്ത് പറ്റി, ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മുടെയൊക്കെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞത് എന്തെങ്കിലും പിള്ളേരായിട്ട് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കും കേട്ടോ, അങ്ങനെയൊക്കെ പറയും. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അത് വൈരാഗ്യമായിട്ട് മാറുന്നു. അത് പിന്നീടാണ് അവർ ആ വൈരാഗ്യങ്ങൾ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഇപ്പം അടുപ്പിച്ച് കുറേ വാർത്തകൾ നമ്മൾ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒരു പരിധി വിട്ട് മൊബൈൽ തന്നെ കാരണമെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാറ്റാടിയൊക്കെ ആയിട്ട് നിങ്ങൾ ചെറുതിലെ കളിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഇതുപോലെ കാറ്റാടിയൊക്കെ ഉത്സവപ്പറമ്പിൽ പള്ളി പെരുന്നാളിനൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ടാറ്റാ.